ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, വേഗം വരുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വയം ചിന്തനം അനിവാര്യമായി നിൽക്കുന്ന സമയത്ത് ക്രിസ്തു നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ ആരാകുന്നു എന്ന് നീ പറയുന്നു. നോമ്പിൻ്റെ 4-ാം ദിവസമായി എന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ സ്വത്വവും വിശ്വാസത്തിൻ്റെ അടിത്തറയും കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയും. ഇതിനോടനുബന്ധിച്ച് എടുക്കപ്പെട്ട വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നോമ്പുകാലം ആത്മശുദ്ധീകരണത്തിൻ്റെയും ദൈവസന്നിധിയിലുള്ള അടുത്തുവരവിൻ്റെയും കാലമാണ്. എന്നാൽ ഈ യാത്ര വ്യക്തിഗതമായ ആത്മീയ അഭ്യാസങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആഴം നമുക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നു? മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ചോദ്യം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നതാണ്. മത്തായി 16:15 ഈ ചോദ്യം വെറും ഭൗതിക ചർച്ചയല്ല, മനുഷ്യന്റെ വിശ്വാസവും ജീവിത ദിശയും നിർണ്ണയിക്കുന്ന ആത്മീയ വെല്ലുവിളിയാണ്. ഫിലിപ്പിയ കൈസരിയിൽ റോമൻ അധികാരത്തിൻ്റെ അടയാളങ്ങളും അന്യദൈവാരാധനകളും നിറഞ്ഞ പ്രദേശത്ത് ഈ ചോദ്യം ഉയരുന്നത് യാദൃച്ഛികമല്ല. ലോകം പല ശബ്ദങ്ങളുടെയും യേശുവിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു പശ്ചാത്തലത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്വത്വം വെളിപ്പെടേണ്ട നിർണായകമായ നിമിഷത്തിലാണ്. ഇന്നത്തെ സമകാലിക സമൂഹത്തിലും ഈ ചോദ്യം അത്ര തന്നെ പ്രശസ്തമാണ്. ക്രിസ്തു ആരാണ്? ഒരു മതസ്ഥാപികനോ ധാർമ്മിക അധ്യാപനോ അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനോ? ഇതിനോടനുബന്ധിച്ച് 2 ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 1. മനുഷ്യാഭിപ്രായങ്ങളിൽ കുടുങ്ങുന്ന ക്രിസ്തുവിൻ്റെ സ്വത്വം. യേശു ആദ്യം ചോദിക്കുന്നത് ജനങ്ങൾ അവനെക്കുറിച്ച് പറയുന്നത് ആണ്. 16:13 ഉത്തരം ബഹുവിധമാണ്. യോഹന്നാൻ സ്നാപകൻ, ഏലിയാവ്, ഇരമ്യാവ് അല്ലെങ്കിൽ മറ്റൊരു പ്രവാചകൻ. ഈ അഭിപ്രായങ്ങൾ യേശുവിനുള്ള ആദരവിൻ്റെ ഭാഷയാണ്. പക്ഷേ അവ അവൻ്റെ സ്വത്വത്തെ പൂർണ്ണമായും തിരിച്ചറിയില്ല. അവിടെ ഒരു പ്രധാന സ്വത്വം വെളിപ്പെടുന്നു. മനുഷ്യ ബുദ്ധിയുടെയും സാമൂഹിക ധാരണകളുടെയും പരിധിയിൽ ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ചാൽ അവൻ്റെ ദൈവികത നഷ്ടപ്പെടും. സമകാലിക കാലഘട്ടങ്ങളിൽ യേശുവിനെ എത്തിക്കൽ ടീച്ചർ, സോഷ്യൽ റിഫോമർ എന്നീ തലക്കെട്ടുകളിൽ ഒതുക്കുന്ന പ്രവണത ശക്തമാണ്. ഇവ പ്രശസ്തമായ വശങ്ങളിലാണെങ്കിലും അവയിൽ മാത്രം ക്രിസ്തുവിനെ പൂട്ടുമ്പോൾ അവൻ്റെ പുത്രത്വത്തെ നിഷേധിക്കപ്പെടുന്നു. ക്രിസ്തുവിനെ മനുഷ്യാഭിപ്രായങ്ങളിലേക്ക് ചുരുക്കുന്ന ഓരോ കാലഘട്ടവും യഥാർത്ഥത്തിൽ അവൻ്റെ അധികാരത്തെ ദുർബലപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തു നമുക്ക് ആരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. ഓരോ നോമ്പിൻ്റെയും അനുഭവങ്ങൾ 2 വെളിപ്പെടുത്തലായി ക്രിസ്തുവിനെ യഥാർത്ഥ സ്വത്വം. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന യേശുവിൻ്റെ ചോദ്യം വ്യക്തിപരവും ഒഴിവാക്കാൻ കഴിയാത്തതുമാണ്. 16:15 പത്രോസ് പ്രഖ്യാപിക്കുന്നു, നീ ക്രിസ്തുവാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. 16:16 ഈ വിശ്വാസഘോഷത്തെ യേശു അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ബുദ്ധിയുടെ കണ്ടെത്തലായല്ല, ദൈവപിതാവിൻ്റെ വെളിപ്പെടുത്തലായി ആണ്. 16:17 ക്രിസ്തുവിൻ്റെ സ്വത്വം റിവലേഷൻ ആണെന്നോ ക്രിസ്തു വിശ്വാസത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്നതിനാണ് സഭ പണിയുന്നത്. 16:18 സഭ ഒരു സാമൂഹിക സംഘടനയോ സാംസ്കാരിക പൈതൃകമോ അല്ല, ക്രിസ്തുവിൻ്റെ ദൈവപുത്രനായ പ്രഖ്യാപിക്കുന്ന വിശ്വാസ സമൂഹമാണ്. രാജ്യത്തിൻ്റെ താക്കോൽ. 16:19 സഭയ്ക്ക് നൽകപ്പെടുന്ന അധികാരത്തിനല്ല, ഉത്തരവാദിത്തത്തിനാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിന് തുറന്നു കൊടുക്കുവാനുള്ള ദൗത്യം. ഇന്നത്തെ ലോകം പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ സ്വന്തം സത്യം പോലും ചോദ്യം ചെയ്യുന്ന ഇക്കാലത്താണ്. ക്രിസ്തുവിൻ്റെ സ്വത്വം മങ്ങിയാൽ സഭയും തൻ്റെ വിശുദ്ധത നഷ്ടപ്പെടും. ക്രിസ്തുവിനെ പലരുടെയും ഇടയിൽ ഓപ്ഷനാക്കി മാറ്റുന്ന ബഹുസ്വരമായ ചിന്താധാരണകൾക്കിടയിൽ ക്രിസ്തുവാണെന്ന വിശ്വാസഘോഷണം ധൈര്യത്തോടെ ഉയർത്തിപ്പിടിക്കേണ്ടത് സഭയുടെ ദൗത്യവും. ക്രിസ്തുവിൻ്റെ സ്വത്വം ശരിയായി തിരിച്ചറിയുമ്പോൾ സഭ സാമൂഹിക നീതിയിലും മാനവികതയിലും മാത്രമല്ല ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യത്തിലും ഉറച്ചു നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ അടിത്തറ നിലനിൽക്കുന്നതും ഈ വെളിപ്പെടുത്തലിൻ്റെ ആഴത്തിൽ വേരുന്നതുമായ ആണ്. മത്തായി 16